വിചാരിച്ച കാര്യങ്ങൾ സാധ്യമാകാൻ വേണ്ടിയിട്ട് ഭദ്രകാളി അമ്മയുടെ ഈ 3 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹമാണ് അത് നല്ലതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലായി കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇത് ജപിച്ചു നോക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭദ്രകാളി അമ്മ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ശക്തിയൊന്നുമല്ല. ആ വൈഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അമ്മയുടെ ഈ 3 നാമങ്ങൾ എല്ലാവർക്കും വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും അല്ലേ? ഈ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു നോക്കും. പക്ഷെ ചിലപ്പോൾ ഈ കാര്യങ്ങൾ നടന്നു കിട്ടാത്തപ്പോൾ നമ്മൾ നിരാശയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നതാണ്. അവൻ ആകെ നിരാശയിലായിരുന്നു. അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് ലിസ്റ്റിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. പക്ഷെ അവസാനം എത്തുമ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് അവൻ ആ ജോലി കിട്ടാതായിപ്പോ, കാലാവധി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവന്റെ തൊട്ട് മുമ്പ് എത്തിയപ്പോൾ ആ ലിസ്റ്റ് ക്യാൻസലായി പോയതോ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും. അങ്ങനെ അവൻ വന്ന് പറഞ്ഞത്, എൻ്റെ ഈ തടസ്സങ്ങളൊന്നും മാറിക്കിട്ടണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ദൈവവിശ്വാസിയാണോ? നിനക്ക് ഈശ്വരനിലൊക്കെ നന്ന വിശ്വാസം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, തിരുമേനി ഉള്ള കാര്യം പറയാലോ, ഓരോ തവണ എനിക്ക് ആ ജോലി കിട്ടുമെന്നുള്ള സമയത്തുമ്പോൾ ഞാൻ നന്നായിട്ട് വഴിപാടുകൾ കഴിക്കും, ക്ഷേത്ര ദർശനം ചെയ്യും. പക്ഷേ ആ ലിസ്റ്റിൽ നിന്നൊക്കെ ഞാൻ അങ്ങോട്ട് പുറത്തോട്ടാകുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരും. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന കാര്യത്തിൽ വളരെ കുറവാണ്. എന്തോ ഒരു നിരാശ എന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചോദിച്ചത്, നീ പഠന കാര്യത്തിൽ എന്താണ്? പഠനത്തിൽ ഞാൻ ഒന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. മുമ്പത്തേനേക്കാളും നന്നായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഏതെങ്കിലും സമയത്ത് ഒരു ജോലി കയറാമെന്ന് എൻ്റെ ഉള്ളിൽ ശുഭപ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു, അത് മതി, എങ്കിൽ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ശരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? ചിലർക്ക് ഒട്ടേറെ ആഗ്രഹങ്ങളുണ്ട്. തങ്ങൾക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് അത് നേടാനുള്ള അവരുടെ പക്ഷത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. അവര് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരനാകട്ടെ ഇറങ്ങിത്തിരിക്കുകയും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവൻ മികച്ചതായ ഒരു തൊഴിലിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയാളെ തന്നെ ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അത്യാഗ്രഹം ആവരുത്. ആ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പക്ഷത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള പ്രയത്നം വേണം. എങ്കിൽ മാത്രമായിരിക്കും ദൈവാധീനം എന്ന് പറയുന്നത് നമ്മുടെ മേല് അനുഗ്രഹീതമായിട്ട് മാറുള്ളൂ. പലപ്പോഴും പലതരത്തിലുള്ള ദശാപരമായിട്ടുള്ള കുഴപ്പമുണ്ടാവാം. ഇപ്പം ചില ജാതകങ്ങളിൽ ഒരു കാലത്ത് തൊഴിൽ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുള്ള ഒരു ജാതകം ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് ഒന്നിലും ഉറക്കില്ല എന്നുള്ളത്. അതിലൊക്കെ നമുക്കൊരു 50-60% ചാൻസ് കൂടുതലായിട്ട് കിട്ടാനും ഇത് ഗുണപരമാണ്. അതായത് പെർമനന്റ് ജോബ് കിട്ടിയില്ലെങ്കിൽ പോലും താൽക്കാലികമായിട്ട് അയാളുടെ ജീവിതവൃത്തിക്ക് വേണ്ടുന്ന തൊഴിൽ കിട്ടാൻ ഈ മന്ത്രജപം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള 3 മന്ത്രങ്ങളെ ഞാനിവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ പുഷ്പാഞ്ജലി അർച്ചനകളെല്ലാം സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ്. അപ്പം ഭദ്രകാളി അമ്മ എന്ന് പറയുന്ന ആരാണെന്ന് നമുക്കറിയാലോ. ഈ പ്രപഞ്ചത്തിന്റെ നാരീഭാവമാണ് അമ്മ എന്ന് പറയുന്നത്. ഈ അമ്മയുടെ മുന്നിൽ തട്ടി നീങ്ങാത്ത ഒരു പ്രതിബന്ധവും ഇല്ലെന്ന് തന്നെ പറയാം. കാര്യം അമ്മ അത്ര വൈഭവശാലിയായിട്ടാണ് പറയുന്നത്. അമ്മ ഏതുതരം ശത്രുതയെ നിഗ്രഹിക്കുന്ന ആളാണ്. പ്രകൃതീശ്വരിയാണ്. കാളുന്നവൾ എന്ന അർത്ഥത്തിലാണ് കാളിയെ നമ്മൾ കാണുന്നത്. കറുത്തവൾ എന്നും നമ്മൾ പറയാറുണ്ട്. നീലിമയാർന്ന കാളിയും ഉണ്ട്. അങ്ങനെ കാളിക്ക് ബഹുവിധത്തിലാണ്. ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ചവളായിട്ടുള്ള കാളിയാണ്. എന്നാൽ ദുർഗാപരമേശ്വരിയായിട്ടുള്ള ശ്രീ ഭഗവതിയുടെ മറ്റൊരു അവതാരമായിട്ടും കാളീദേവി കാണപ്പെടുന്നുണ്ട്. അങ്ങനെ കാളീദേവിക്ക് തന്നെ 2 ഭാവങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ കാളിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ലൊരു ഭക്തനായി മാറുക എന്നുള്ളത് പ്രധാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേത് ദേവതകളെയും പോലെയല്ല ഈ കാളീദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ പറയില്ലേ, ചില മരുന്നുകൾക്ക് നല്ലൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ ചെറിയ റിയാക്ഷൻസും ഉണ്ട്. അതായത് കാളിദേവിയെ നമ്മൾ വേറൊന്നും പേടിക്കേണ്ടത്, നമ്മൾ ഭക്തിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ്. ചിലർക്കാണെങ്കിൽ ഭക്തിയൊന്നും അധികം ഉണ്ടാവില്ല, ഉള്ളു കാണില്ല അവരുടെ ഭക്തിക്ക്. പക്ഷെ അവര്
ദേവിയെ വിളിക്കുന്നു. ഈ ദേവി ആരാണെന്ന് അറിഞ്ഞുകൂടെ അത് വിളിക്കുന്നു. തെറ്റായ സമ്പ്രദായങ്ങളിലൂടെ, അതായത് തെറ്റായ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തെല്ലാം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ചിലർ ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ അവന് ആപത്ത് പറ്റിയിട്ട് വേണം എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഏറ്റവും മോശമായിട്ടുള്ള ചിന്തകളാണ് കേട്ടോ ഇത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന ചെയ്യുന്ന ആളിനാണ് തിരിച്ചടി കിട്ടുക. അത് മനസ്സിലാക്കണം. ദേവിയെ നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന ഗുണ്ടയെ പോലെ കരുതരുത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒരാളായിട്ട് കരുതരുത്. അങ്ങനെ ഉപയോഗിക്കുന്ന ചിലരുണ്ട്, ചില സേവകളൊക്കെ ചെയ്തിട്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പരിണിത ഫലം വളരെ മോശകരമായിരിക്കും. അതും നമ്മൾ മനസ്സിലായി. ഇവിടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിരുന്ന നാമങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റീവും വരാത്ത കാര്യമാണ്. ഒരു തരത്തിലും നിങ്ങൾക്ക് നെഗറ്റീവ് വരില്ല, അത് ഉറപ്പാണ്. മാത്രമല്ല ഇതിൻ്റെ ജപവിധികളുണ്ട്. ഈ ജപവിധികൾ കൃത്യമായി നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇനി നിങ്ങൾക്കത് കൃത്യമായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അതിൽ നിന്ന് ദോഷം വരില്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ ചില ചാനലുകളിലോ ചില പുസ്തകങ്ങളിലൊക്കെ കാളീശ്വരിയുടെ ചില വലിയ മന്ത്രങ്ങൾ കൊടുത്തേക്കും. വലിയ മന്ത്രങ്ങളായിരിക്കും. ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ നേടാമെന്ന് പറയും. ആ മന്ത്രം കാണും, ഇന്ന കാര്യങ്ങൾ നേടാമെന്ന് കാണും. പാവത്തുകളായിട്ടുള്ള പലരും ചെന്നിരുന്ന് അതങ്ങോട്ട് ജപിച്ചു തുടങ്ങും. അതിന് ഈ ജപിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന രീതിയിലാണ് ജപിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ മന്ത്രവും അതിൻ്റെ ഗുണവും മാത്രം പറയും. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ ചില മന്ത്രങ്ങൾ തെറ്റായിട്ട് ഉച്ചരിച്ചിട്ട് പ്രയാസപ്പെട്ട പലരെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് യാതൊരു തര നെഗറ്റീവും നൽകുന്നതല്ല. ഹിന്ദുവിഷൻ ചാനൽ പൊതുവിൽ കൊടുക്കുന്ന മന്ത്രങ്ങളൊന്നും തന്നെ മറ്റൊരാൾക്ക് ദോഷം വരാത്ത കാര്യങ്ങളാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് വലിയ വലിയ മന്ത്രങ്ങളെക്കുറിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ നോക്കും, ഈ സാധാരണ ഒരു കുടുംബജീവിതം നയിച്ചു പോകുന്ന അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിച്ചു പോകുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള നോക്കിയിട്ടേ, അല്ലെങ്കിൽ ഈ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് മാത്രമേ ഈ ചാനലിലൂടെ നമ്മളൊരു മന്ത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു പലരും പറയുന്ന പല മന്ത്രങ്ങളും നമ്മുടെ ചാനലിൽ കിട്ടാതെ പോകുന്നുണ്ട്. അവർ ചോദിക്കും, എന്തുകൊണ്ട് ആ മന്ത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല? പ്രത്യേകിച്ച് വരാഹിയുടെയൊക്കെ കാര്യം വന്നപ്പോൾ ചിലർ ചോദിക്കും, പലരും പല മന്ത്രങ്ങൾ പറഞ്ഞു ഇല്ല, അത്തരം മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അതിൻ്റെ പ്രയാസം നമുക്കറിയാം. അതൊരു സാത്വികനായിട്ടുള്ള ഉപാസകന് ചിലപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ, മറ്റു പലർക്കും സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര തിരിച്ചടികളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. എല്ലാ മന്ത്രത്തിനെ കുറിച്ചല്ല പറയാൻ, ചില മന്ത്രങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന 3 മന്ത്രങ്ങൾ, അതിൻ്റെ ജപരീതിയും പറയാം. ഈ മന്ത്രം ജപിക്കേണ്ടത് വൈകുന്നേര സമയത്താണ്. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കും, ഇത് രാവിലെ ജപിച്ചൂടെ? എനിക്ക് രാവിലെ ഡ്യൂട്ടി സമയത്ത് മുമ്പ് എനിക്കിത് ജപിക്കാമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇല്ല, ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത് വൈകുന്നേര സമയത്താണ് ഈ മന്ത്രങ്ങൾ 3 എണ്ണവും ചേർത്ത് ജപിക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾ ചിലപ്പോൾ അഷ്ടോത്തരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലോ നോക്കി നിങ്ങൾ ആ രീതിയിൽ ജപിച്ചു പോകുമ്പോൾ ഈ മന്ത്രങ്ങളും കൂടെ ഇടയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഒന്നും പറയാനില്ല. ഞാൻ പറയുന്ന വിധാനത്തിൽ നിങ്ങൾ ജപിക്കുന്നെങ്കിൽ ഈ മന്ത്രങ്ങൾ 3 മന്ത്രങ്ങൾ തുടർച്ചയായിട്ട് വൈകുന്നേരമാണ് ജപിക്കേണ്ടത്. ജപിക്കുമ്പോൾ നെയ്വിളക്കിട്ട വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കണം. ഏറ്റവും കുറഞ്ഞ പക്ഷം 21 ദിവസം വൈകുന്നേരങ്ങളിൽ ജപിക്കാൻ തയ്യാറാകണം, എങ്കിലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. ആർത്തവകാലത്ത് സ്ത്രീകൾ ഈ മന്ത്രം ഉപയോഗിക്കരുത്. ആർത്തവം കഴിഞ്ഞ് 7ാം ദിനം തൊട്ടേ ആരംഭിക്കാവൂ. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഏകാഗ്രമായിട്ടിരുന്ന് ജപിക്കണം. അടിവസ്ത്രം ധരിച്ചിരുന്ന് ജപിക്കണം. മാത്രമല്ല, മുന്നിൽ ഭദ്രകാളിയുടെ രൂപം ഉണ്ടെങ്കിൽ, പിക്ചർ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. ഇല്ലെങ്കിൽ ഉള്ളിൽ കാളിയമ്മയെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ച് വേണം ഈ മന്ത്രം ജപിക്കാൻ. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മന്ത്രമാണ്. പക്ഷേ ഈ മന്ത്രങ്ങൾ 3 ഗുണങ്ങളായിട്ടാണ് പറയുന്നത്. ഈ 3 ഗുണങ്ങൾ ചേരുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണത വരികയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മന്ത്രങ്ങൾ. ഓം ഭദ്രകാളിയേ നമഃ, ഓം കാളരാത്രിയേ നമഃ, ഓം സുമുഖി കാളിയേ നമഃ. അപ്പോൾ 3 മന്ത്രങ്ങളായി. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓം ഭദ്രകാളിയേ നമഃ, ഓം കാളരാത്രിയേ നമഃ, ഓം സുമുഖി കാളിയേ നമഃ. ഇങ്ങനെ 3 മന്ത്രങ്ങൾ. ഇതിനെ നമ്മൾ 21 സെറ്റായിട്ട് ഉരുക്കഴിക്കണമെന്നാണ് പറയുന്നത്. ഈ 3 മന്ത്രങ്ങൾ ഉരുക്കഴിക്കുമ്പോൾ 1 ഓം ഭദ്രകാളിയേ നമഃ, ഓം കാളരാത്രിയേ നമഃ, ഓം സുമുഖി കാളിയേ നമഃ എന്നുള്ളത് 3 ചേരുമ്പോൾ 1. അങ്ങനെ 21 വട്ടം നമ്മൾ ജപിക്കണം. ഇത് വൈകുന്നേര സമയത്ത് ജപിക്കാൻ കിഴക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കാം, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി ജപിക്കാം. മറ്റ് ഭാഗങ്ങൾ
ഇത് ഗുണപ്രദമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത്ര നല്ലതല്ല. മുന്നില് കുറച്ച് സിന്ദൂരം വെച്ച് ജപിക്കുന്നത് നല്ലതാണ്. ഒരല്പം മതി സിന്ദൂരം. എന്നിട്ട് ജപം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സിന്ദൂരം നെറ്റിയിൽ അണിയുന്നത് വളരെ മംഗളദായകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ മന്ത്രം ജപിക്കുന്ന വേളകളിൽ നോൺ വെജ് ഉപയോഗിക്കരുത്. അത് ചിലർ ചോദിക്കും, രാവിലെ ഉപയോഗിച്ചിട്ട് നമുക്ക് വൈകുന്നേരം ജപിക്കും. ഇല്ല, നോൺ വെജ് ഈ കാലയളവിൽ ഉപയോഗിക്കരുത്. കാര്യം ഇതൊരു ഉരുക്കഴിക്കുന്ന രീതിക്ക് ആ എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വേണം. പിന്നെ ഒരു സമയം ഒരു ആഗ്രഹം മാത്രമേ മനസ്സിൽ വച്ച് പ്രാർത്ഥിക്കാവൂ. ഈ ആഗ്രഹമാകട്ടെ മറ്റുള്ളവർക്ക് യാതൊരുവിധ ദോഷം ഉണ്ടാക്കുന്നതാവരുത്. മാത്രമല്ല, ഈ ആഗ്രഹം മനസ്സിൽ വയ്ക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. ഒരാൾ മദ്യപാനം ഒഴിവാക്കാൻ, തൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾ മദ്യത്തിൻ്റെ ആ കാര്യത്തിലേക്ക് പിന്നെ അയാൾ ആ പണം അങ്ങോട്ട് മാറ്റി വയ്ക്കരുത്. അതിന് വേണ്ടിയിട്ട് അയാൾ സഞ്ചരിക്കരുത്. അത് മനസ്സിലാക്കണം. ആ മദ്യം ആരെങ്കിലും കൊണ്ടൊന്ന് വായിലൊഴിച്ചു തരണമല്ല, നമ്മളാണ് പോയി മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കണമെന്ന് പറയുന്ന ഒരു കുട്ടി, നന്നായിട്ട് മാർക്ക് മേടിക്കണമെന്ന് പറയുന്ന കുട്ടി, ശരി ഞാൻ മന്ത്രം ജപിച്ചിട്ടുണ്ട്, ഇനി ഞാൻ പോയി കിടന്നുറങ്ങിക്കോട്ടെ, കാര്യം ഇനി എല്ലാ ഭദ്രകാളി നോക്കിക്കോളൂല്ലോ, അല്ലെങ്കിൽ മാർക്ക് നമുക്ക് ഇട്ട് തരുന്ന അധ്യാപകനെ സ്വാധീനിച്ച് അധ്യാപകൻ എനിക്ക് കൂടുതൽ മാർക്ക് തരും എന്ന് ചിന്തിക്കരുത്. കാര്യം അവിടെ വേറെ കുട്ടികൾ പഠിച്ചിട്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ മുന്നിൽ കയറണമെങ്കിൽ ഈ കുട്ടി നന്നായിട്ട് പഠിച്ച് തന്നെ മുന്നിൽ കയറണം. അല്ലാതെ എന്തെങ്കിലും കുറുക്കു വഴികളിലൂടെ നിങ്ങളെ ജയിപ്പിച്ചു തരുന്ന ഒരു വഴിവിട്ട ഒരാളല്ല ഭദ്രകാളി എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജ്ഞാനോദയം ഉണ്ടായിട്ട് നിങ്ങൾ മുന്നിലേക്ക്, നിങ്ങൾക്ക് ജ്ഞാനം തരും, അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കുറുക്ക് വഴികളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു ഇല എടുത്ത് വെച്ചിട്ട് അതിൽ ഇന്ന കാര്യങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടുമെന്ന് പറയുന്ന ചെപ്പടി വിദ്യകളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നവരുണ്ടാവും, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ നേരാവണ്ണമുള്ള ജപകാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഈ ചാനലിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. റിയാലിറ്റി ആയിട്ട് ഊന്നി നിന്നിട്ടുള്ള കാര്യങ്ങളെ പ്രതീക്ഷിക്കാം. അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ഈ ചാനലിലെ നിങ്ങൾ കാണാൻ നിൽക്കേണ്ട. കാര്യം യാഥാർത്ഥികമായിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് പുലവാലായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മതിയാക്കാവുന്നുള്ള ദോഷമില്ല. ഒരു സ്ത്രീ ഇത് ജപിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ആർത്തവപരമായിട്ട് അശുദ്ധം ഉണ്ടാകും, മാറ്റിവെക്കാം. ഒരു പനി വന്നു, മാറ്റിവെക്കാം. ഇതൊന്നും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് അതിന് അവസരം വരുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലൊന്നും ദോഷമില്ല, മനസ്സിലാക്കണം. ദോഷം വരുന്നത് എന്താണ്? ഭക്തി ഇല്ലാതെ ജപിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഭക്തിയൊന്നുമില്ല. ഭദ്രകാളി എന്താ എനിക്കറിയില്ല, ഈ മന്ത്രം ഒരിടത്തുനിന്ന് കിട്ടി ഞാൻ അങ്ങോട്ട് ജപിക്കുന്നു. ഈ വിധത്തിലൊന്നും ഇതിനെ സമീപിക്കാതിരിക്കുക. എങ്കിൽ അതിനുള്ള ഗുണം കിട്ടില്ല. അല്ല, അമ്മ ഒന്നും നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഗുണം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് അറിവുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് വരും, ഇല്ലെങ്കിൽ പഴയതുപോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മാത്രമല്ല നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.